നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ലിങ്ക്സുമായി ബന്ധപ്പെട്ട കുറച്ച് CSS പ്രോപ്പർട്ടീസ് ആണ്. സോ ഞാനിവിടെ 3 ലിങ്ക്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഗൂഗിൾ, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം. സോ നിങ്ങൾക്കിവിടെ കാണാം. സോ ഡീഫോൾട്ടായിട്ട് ഈ ഒരു സ്റ്റൈലിലായിരിക്കും നമുക്കിത് ലഭിക്കുക. സോ നമുക്കിതിന് കുറച്ച് സ്റ്റൈൽസ് CSS പ്രോപ്പർട്ടീസ് അപ്ലൈ ചെയ്യാൻ. സോ ഞാൻ ആദ്യമായി ഈ ടാഗ്, അതായത് നമ്മുടെ ലിങ്ക് എല്ലാം സെലക്ട് ചെയ്യുന്നതിന് ടാഗ് ഇവിടെ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇതുപോലെ കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുന്നു. സോ ആദ്യമായി നമുക്കിതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാം. സോ കളർ നമ്മൾ കൊടുത്ത ശേഷം റെഡ് എന്ന് കൊടുക്കുക. സോ നമുക്കിവിടെ റെഡ് കളർ ലഭിക്കുന്നതായിരിക്കും. സോ ഡീഫോൾട്ടായിട്ട് നമ്മുടെ എല്ലാ ലിങ്കിനും ഒരു അണ്ടർലൈൻ ഉണ്ടായിരിക്കും. സോ അത് നമുക്ക് ഒഴിവാക്കണമെങ്കിൽ ടെക്സ്റ്റ് ഡെക്കറേഷൻ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്. സോ അത് നമ്മൾ നൺ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു അണ്ടർലൈൻ നമുക്ക് പോകുന്നതായിരിക്കും. അത് വേണമെങ്കിൽ നമുക്ക് ഇത് ഡിലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അണ്ടർലൈൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഇവിടെ കൊടുക്കാനും സാധിക്കും. സോ നമ്മൾ തൽക്കാലം ഇവിടെ നൺ എന്ന് കൊടുക്കുന്നു. ഇനി അതുപോലെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് മാറ്റണമെങ്കിൽ, സോ ഞാനിവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ ഒരു ബ്ലാക്ക് കൊടുക്കുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ ഇതുപോലെ ബ്ലാക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ നമുക്ക് ഫോണ്ടുമായി ബന്ധപ്പെട്ട എല്ലാ പ്രോപ്പർട്ടീസും നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഉദാഹരണമായി ഞാനിവിടെ ഫോണ്ട് സൈസ് കൊടുക്കുന്നു. ഫോണ്ട് സൈസ് ഞാനൊരു 20 പിക്സൽ കൊടുത്തു കഴിഞ്ഞാൽ അതിനിതുപോലെ ആ 20 പിക്സൽ സൈസിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സോ ഇതാണ് നമ്മുടെ ഈ ടാഗ് ഉപയോഗിച്ച് നമുക്ക് ഈ പ്രോപ്പർട്ടീസ് എല്ലാം അപ്ലൈ ചെയ്യാൻ സാധിക്കും. പിന്നെ വരുന്നത് കർസർ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. കർസർ നമുക്ക് പോയിൻ്ററാണ് ഡീഫോൾട്ടായിട്ട് ഉണ്ടായിരിക്കുക. നമ്മൾ ഇതിന് മുകളിൽ നമ്മുടെ മൗസ് കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ഒരു കൈയിൻ്റെ ചിഹ്നം കാണാൻ കഴിയും. സോ ഇതാണ് കർസർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അതിന് മുകളിൽ വരുമ്പോൾ നമ്മുടെ മൗസ് പോയിൻ്ററിൻ്റെ ആ ഒരു ഐക്കൺ ചേഞ്ച് ചെയ്ത് ഈ കൈയിൻ്റെ ഐക്കണായി മാറുന്നു. സോ ഇതാണ് കർസർ പോയിൻ്റർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇതിൽ ഒരുപാട് വിവിധ തരത്തിലുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട്. ക്രോസ് ഹെയർ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ക്രോസ് ഹെയർ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയുള്ളൊരു ക്രോസ് നമുക്ക് ലഭിക്കും. ഇതുപോലെയുള്ളൊരു ക്രോസ് ഐക്കൺ നമുക്ക് ലഭിക്കും. അതുപോലെ നമ്മൾ ഹെൽപ്പ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഹെൽപ്പിൻ്റെ ഒരു ഐക്കൺ ഇതുപോലെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഹെൽപ്പിൻ്റെ ഒരു ഐക്കൺ. അതുപോലെ വെയിറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലൊരു ലോഡിംഗ് സൈൻ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതുപോലെ വെയിറ്റ് എന്ന് പറയുന്ന ഒരു ലോഡിംഗ് സൈൻ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. നോർമലി നമ്മൾ ഉപയോഗിക്കുന്നത് ഡീഫോൾട്ടായിട്ടുള്ളത് പോയിൻ്ററാണ്. സോ നമ്മളിവിടെ പോയിൻ്റർ എന്ന് തന്നെ കൊടുക്കുന്നു. പോയിൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു കൈയിൻ്റെ ചിഹ്നം നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് അടുത്തൊരു സെലക്ഷൻ എന്ന് പറയുന്നത് ഹോവർ എന്ന് പറയുന്ന നമ്മൾ സെലക്ട് ചെയ്യുന്നു. സോ ഹോവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ ലിങ്കിൻ്റെ മുകളിൽ മൗസ് കൊണ്ടുവരുമ്പോൾ എന്തൊക്കെ സംഭവിക്കണം. സോ നമ്മളിവിടെ കളർ എനിക്ക് ബ്ലാക്ക് ആവണമെന്ന് കരുതുക. അതുപോലെ ബാക്ക്ഗ്രൗണ്ട് കളർ എനിക്ക് റെഡ് കൊടുക്കണം. നമ്മൾ നേരെ ഇപ്പോൾ കൊടുത്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കൊടുക്കാം. സോ നമ്മൾ സേവ് ചെയ്യാം. സോ ഞാനിവിടെ ഇനി മൗസ് ലിങ്കിന് മുകളിലോട്ട് കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്കിവിടെ കാണാം. സോ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കളർ റെഡായി, ഫോണ്ട് കളർ ബ്ലാക്കായി. സോ ഇതെല്ലാത്തിനും ഇതുപോലെ അപ്ലൈ ആയി. സോ ഇത്രയും നമുക്ക് ഹോവർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് മുകളിൽ മൗസ് വെക്കുമ്പോൾ നമുക്ക് ഇതുപോലെയുള്ള സ്റ്റൈൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്കൊരു ലിങ്ക് നമുക്ക് എങ്ങനെ CSS പ്രോപ്പർട്ടീസ് ഉപയോഗിച്ച് ഒരു ബട്ടണിനെ പോലെ നമുക്ക് മാറ്റാൻ സാധിക്കും. സോ അതങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സോ ഞാനിവിടെ ടാഗ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ ബാക്ക്ഗ്രൗണ്ട് കളർ ഞാനൊരു ടൊമാറ്റോ സെലക്ട് ചെയ്യുന്നു. അതുപോലെ ഫോണ്ട് കളർ ഞാൻ വൈറ്റ് സെലക്ട് ചെയ്യുന്നു. ഫോണ്ട് സൈസ് ഒരു 20 പിക്സൽ സെലക്ട് ചെയ്യുന്നു. സോ നമുക്കിതുപോലെ ലഭിക്കുന്നു. സോ ടെക്സ്റ്റ് ഡെക്കറേഷൻ നൺ കൊടുക്കാം. അതുപോലെ നമ്മൾ പാഡിംഗ് കൊടുക്കുന്നു. പാഡിംഗ് ടോപ്പ് ആൻഡ് ബോട്ടം നമ്മളൊരു 20 പിക്സൽ കൊടുക്കുന്നു. അതിനുശേഷം ലെഫ്റ്റ് ആൻഡ് റൈറ്റ് നമ്മളൊരു 30 പിക്സൽ കൊടുക്കുന്നു. സോ നമുക്കിതുപോലെ ലഭിക്കുന്നതായിരിക്കും. സോ നമുക്ക് ടോപ്പ് ആൻഡ് ബോട്ടം നമുക്കൊരു 15 കൊടുക്കാം. സോ നമുക്ക് ഈ രൂപത്തിൽ ലഭിക്കുന്നതായിരിക്കും. സോ ഇത് ഏകദേശം ഒരു ബട്ടണിനെ പോലെയാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങൾക്കിവിടെ കാണാം. ഇത് നമ്മൾ ക്ലിക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ബട്ടണിനെ പോലെയായിരിക്കും പ്രവർത്തിക്കുന്നത്. സോ നമുക്ക് കുറച്ച് സ്റ്റൈൽസ് എല്ലാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞതുപോലെ ഒരു ബട്ടണിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ നമുക്കിവിടെ ഹോവർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ സ്റ്റൈൽ മാറ്റാൻ സാധിക്കുന്നതാണ്. സോ ഞാൻ ബാക്ക്ഗ്രൗണ്ട് കളർ ബ്ലൂ കൊടുക്കുന്നു. അതുപോലെ ഫോണ്ട് കളർ നമുക്ക് വൈറ്റ് തന്നെ വെക്കാം. സോ സേവ് ചെയ്ത് നമ്മൾ ഇതിന് മുകളിൽ കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്കിവിടെ കാണാം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യുന്നു. സോ ഇതുപോലെ നമുക്കൊരു ലിങ്കിനെ കുറച്ച് CSS പ്രോപ്പർട്ടീസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ബട്ടണിനെ പോലെ ഇതുപോലെ ആക്കി മാറ്റാൻ സാധിക്കുന്നതാണ്.